ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടാ. ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ഇത് ഫുള്ള് ശവക്കല്ലറകളാണ് കേട്ടാ. നിരത്തി അടക്കിയാക്കുവാണ്. എല്ലാവർക്കും ഓരോരോ കല്ലറകൾ, കുടുംബ കല്ലറയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ എന്തോ വർക്കൗട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കോട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പോലുള്ളൊരു കൊടികൾ കാണുന്നു. പക്ഷേ കൊടികളിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കൊടി ഇത് തമ്മിൽ. പക്ഷെ നമ്മൾ നാട്ടിൻപുറത്ത് ഒന്നൊരു ഫീലുണ്ട്. ഇവിടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സെറ്റായിട്ട് നിൽക്കും. ഇവിടുത്തെ നാട്ടുകാരെല്ലാം എങ്ങനെയാണ് കേട്ടോ, ഉള്ളത് കൊണ്ട് ജീവിക്കുകയാണ് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ ഇത് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണെന്ന്. അതിൻ്റെ അരിവാൾ ചുറ്റിക, സൈഡിൽ നക്ഷത്രമുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് അവിടെ നിന്ന് അങ്ങോട്ട്. പക്ഷെ ഇവിടെ കണ്ടിട്ട് നമ്മുടെ നാട് പോലൊരു ഫീലിംഗ് ഉണ്ടല്ലേ. നാട്ടിലൊക്കെ എൻ്റെ വയൽ പറഞ്ഞു തീർന്നില്ല. വയലുണ്ട്, രണ്ട് സൈഡിലും വയലുകൾ തന്നെ. ഇവിടെ കൃഷിയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. എല്ലാവരും അവരെ കയ്യിലുള്ളത് വെച്ച് ജീവിക്കുകയാണ്. കൃഷി ചെയ്തിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ കൃഷി ചെയ്യുന്നു, അവർ തന്നെ വിളവെടുക്കുന്നു, അവർ തന്നെ കൊണ്ടുപോയി വിൽക്കുന്നു. ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല ഹാപ്പി ആയിട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്നു. നമ്മളെ നാട്ടിലാണെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക് ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഇവിടെ നോക്കി മണലടിക്കുന്ന ഇവിടെ ഓരോ വള്ളങ്ങളിൽ കൊണ്ടുവന്ന് കോരിയിടുന്നു. ഇത് കണ്ടപ്പോഴും ഇത് തോന്നി നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഇവിടെ ഇറങ്ങി കുറച്ച് നേരം കാണാമെന്ന് വെച്ച് അപ്പോഴും നോക്കിയപ്പോഴാണ് സൈഡിൽ നിന്നൊരു വലിയ വെള്ളത്തിൽ മണൽ ഇറച്ചുകൊണ്ട് പോകണം. ഇത് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ഇറ്റാച്ചിക്ക് കോരിയിടും. എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കാൻ പോവാം. സന്ധ്യയായി, എങ്ങോട്ട് പോകണമെന്നൊന്നും പറഞ്ഞില്ല. ഈ കാഴ്ചകൾ കണ്ടപ്പം ചുമ്മാതെ പോകാൻ തോന്നി, അങ്ങനെ അങ്ങ് പോയതാണ്. എന്തായാലും മുന്നിലോട്ട് പോയി നോക്കാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പഴയ വീടുകൾ, നമ്മുടെ നാട്ടിലെ പണ്ടത്തെ വീടുകൾ പോലെ ഉണ്ടല്ലേ. കമ്മ്യൂണിസ്റ്റ് കൊടികളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വാഴയൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. മൈസൺ 3 കിലോമീറ്റർ കൾച്ചർ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. അവിടെ എന്താ കാണുമെന്ന് അറിയത്തില്ല. അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ഇവിടെ ഇങ്ങനെ തിരക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അവിടെ പുരാതന കാലത്ത് ഉള്ള ശിവക്ഷേത്രമുണ്ട്. അത് പോയി കാണാൻ. ഒരുപാട് നാൾ മുമ്പ് ഇവിടെ യുദ്ധം നടന്ന സമയത്തേക്കും കുറച്ച് ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിപുരാതന അമ്പലമാണെന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അവിടെ സമയം കഴിയാറായെന്ന് പറഞ്ഞു. ചെന്ന് നോക്ക് എന്നിവിടെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞു. അങ്ങനെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് കാണാൻ പറ്റുമോ, അകത്തോട്ട് കയറാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരം ഇല്ലല്ലേ, ഒന്ന് പോയി നോക്കാം. അവിടെ ചെന്ന് നോക്കാം. സമയം കഴിഞ്ഞെന്നാണ് ഇവിടെ പറഞ്ഞേ. എന്തായാലും അവിടെ ചെന്ന് നോക്കാം. എന്തായാലും ഇവിടം വരെ എത്തി. അവിടം വരെ പോയി നോക്കിയിട്ട് ഇനി വരാം. വലിയ സമയമൊന്നും എടുക്കത്തില്ല. ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെ ഒരു കട കണ്ട കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ എല്ലാം. നമ്മളെ നാട് പോലെ, നാട് മിസ് ചെയ്യത്തില്ല കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ ക്ലോസ് ആയിട്ടാ. ഇനി ഈ റൗണ്ട് ഔട്ട് തിരിച്ച് റിട്ടേൺ പോവാം. അല്ലാതെ ഇവിടെ ഇനി കാണാനൊന്നുമില്ല. അല്ലേ, ഇതാണ് കേട്ടോ പണ്ടത്തെ ശിവൻ്റെ ടെമ്പിള്. ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതി വെച്ചേക്കുന്നു.